നിലവിൽ ബോക്സ് ഓഫീസ് കണക്കുകളാണ് സിനിമയുടെ വിജയത്തിന്റെ അളവുകോലായി കാണുന്നത്. ഇന്ത്യയിൽ ഇന്ന് 2000 കോടി കളക്ഷൻ റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ആ കണക്കുകൾ. മലയാളത്തിൽ ആദ്യമായി ബോക്സ് ഓഫീസ് കളക്ഷനിൽ കോടി ക്ലബ്ബ് തുറന്നത് മമ്മൂട്ടി സിനിമയാണ്. മലയാളത്തിൽ 2023 200 കോടി കളക്ഷൻ റെക്കോർഡ് 2018 സ്വന്തമാക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കോടി ക്ലബിലെത്തിയ മലയാളത്തിലെ ആദ്യ സിനിമ പ്രദർശനത്തിനെത്തിയത് 1987-ലാണ്. ന്യൂഡൽഹിയാണ് ആ ചിത്രം. മമ്മൂട്ടി നായകനായി ജോഷിയുടെ സംവിധാനത്തിലുള്ള ചിത്രം അക്കാലത്തെ വൻ ഹിറ്റുമായിരുന്നു. തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടപ്പോൾ വൻ തിരിച്ചുവരവായിരുന്നു മമ്മൂട്ടിക്കും ജോഷിക്കും ന്യൂഡൽഹി നൽകിയത്. ആദ്യമായി മലയാളത്തിൽ നിന്ന് 1 കോടിയിലധികം കളക്ഷൻ നേടിയത് ന്യൂഡൽഹിയാണെന്ന് ജോഷി തന്നെയാണ് മുൻപൊരു അഭിമുഖം വെളിപ്പെടുത്തിയിട്ടുള്ളത്. GK എന്ന ജേർണലിസ്റ്റായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രത്തിൽ സുരേഷ് ഗോപിയും ഉർവശിയും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. തുടർ പരാജയങ്ങളിൽ മമ്മൂട്ടി നിരാശയിലായിരുന്നപ്പോഴാണ് തങ്ങൾ ന്യൂഡൽഹി ആലോചിക്കുന്നതെന്ന് തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു. ജോഷിയും ഡെന്നീസ് ജോസഫും ഒന്നിക്കുന്ന സിനിമകൾ മലയാളത്തിൽ നിന്ന് ഇല്ലാതാവുന്ന കാലമായിരുന്നു അത്. മമ്മൂട്ടിയുടെ കാര്യമായിരുന്നു വലിയ കഷ്ടം. മമ്മൂട്ടിയെ വെച്ച് ഒരു നിർമ്മാതാവും സിനിമ ആലോചിക്കാതിരുന്ന കാലത്താണ് ജോബിലി ജോയ് എന്നെ കാണാനെത്തുന്നത്. മമ്മൂട്ടിയുടെ പരാജയങ്ങൾ ജോയിയെയും വിഷമിപ്പിച്ചിരുന്നു. സൂപ്പർ ഹിറ്റിലൂടെ മമ്മൂട്ടിക്ക് ഒരു വൻ തിരിച്ചുവരവ് നൽകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ നിൽക്കുമ്പോൾ ന്യൂഡൽഹിയുടെ കഥ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു സിനിമയിൽ. പിന്നീട് മലയാള സിനിമാ ചരിത്രത്തിലെ വമ്പൻ ഹിറ്റായി ന്യൂഡൽഹി മാറിയെന്നും ഡെന്നീസ് ജോസഫ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായി മലയാളത്തിൽ നിന്ന് 25 കോടി നേടിയതും മമ്മൂട്ടി നായകനായ ചിത്രമാണ്. 2005-ൽ പുറത്തിറങ്ങിയ രാജമാണിക്യമാണ് 25 കോടിയിലധികം നേടി റെക്കോർഡിട്ടത്. 2005-ലെ വമ്പൻ ഹിറ്റും രാജമാണിക്യമായിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത രാജമാണിക്യം മലയാളത്തിലെ എക്കാലത്തെയും വമ്പൻ ഹിറ്റുകളിൽ ഒന്നുമാണ്.